നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 26-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിനായിട്ട് വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മീനമാസം 12-ാം തീയതിയാണ് ബുധനാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 5-ാം തീയതിയാണ് ബുധനാഴ്ച ദിവസം. ബുധനാഴ്ച ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ കയറിയിരുന്ന് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഭക്തന്മാരുണ്ട്. ആ ഭക്തരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവർ ഭഗവാൻ തരുന്ന നന്മകളെ ഓർത്ത് ഭഗവാന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ മാറ്റിത്തരണമെന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മനുഷ്യർ അനുഭവിക്കുന്ന ഈ ലോകത്ത് ഭഗവാനോട് തൻ്റെ ഭക്തർ പറയും, എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറ്റിത്തരണമേ, എൻ്റെ ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റിത്തരണമേ, ആ കൂരിരുട്ടിനെ മാറ്റിത്തരണമേ, തടസ്സങ്ങളും പ്രശ്നങ്ങളുമായി ഞാൻ ഭാരപ്പെടുന്നു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, എൻ്റെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, എൻ്റെ തൊഴിൽ മേഖലയെ അനുഗ്രഹിക്കണമേ, എൻ്റെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ അനുഗ്രഹിക്കണമേ, എനിക്കുള്ള എല്ലാറ്റിനെയും അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം 108 തവണ ഗായത്രി മന്ത്രം ജപിക്കുന്നു. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇങ്ങനെ 108 പ്രാവശ്യം ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ തന്നെ ആ ഭക്തൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ നല്ല പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ആ ജാതകൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷവും സമാധാനവും വന്നു ചേരുകയാണ്. എത്ര പ്രതികൂലമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ മന്ത്രം ഇങ്ങനെ 108 തവണ ജപിച്ചതിന് ശേഷം വലിയൊരു പോസിറ്റീവ് എനർജിയുമായിട്ടാണ് പൂജാമുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ പൂജാമുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്ന തൻ്റെ ഭക്തനെ നോക്കി സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്ന സമയം 6:26. അതായത് ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണെന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. അങ്ങനെ ഗായത്രി മന്ത്രം ജപിച്ച് സൂര്യഭഗവാനെ ദർശിക്കുവാനായിട്ട് പൂജാമുറി വിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സൂര്യദേവൻ രാവിലെ 6:26 തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ തൻ്റെ പോഷക സമൃദ്ധമായ സമ്പുഷ്ടമായ പ്രകാശകിരണങ്ങൾ കൊണ്ട് ഈ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അങ്ങനെ ഈ കൊച്ചു കേരളത്തെ അനുഗ്രഹിക്കുന്നു, ഈ പ്രപഞ്ചത്തെ അനുഗ്രഹിക്കുന്നു, സസ്യജാലങ്ങളെയും ജീവജാലങ്ങളെയും മനുഷ്യരെയും എല്ലാവരെയും അനുഗ്രഹിച്ചു ദ്വാദശി തിഥിയിൽ കൂടി തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ നിന്നും തെക്കുവശം വഴി പടിഞ്ഞാറെ ചക്രവാളം ലക്ഷ്യമാക്കി യാത്ര തുടർന്ന് വൈകുന്നേരം 6:29 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറെ ചക്രവാളത്തിലെ സായം സന്ധ്യയിൽ സൂര്യദേവൻ അസ്തമിക്കുന്നു. തുടർന്ന് ചന്ദ്രൻ ഒരു രാത്രിയുമായിട്ട് കടന്നു വരുന്നു. അങ്ങനെ ബുധനാഴ്ച ദിവസം ഒരു പകലും ഒരു രാത്രിയുമായിട്ട് നമ്മളെ വിട്ട് പിരിയുന്നു. അപ്പോൾ ഇതാണ് ഈ പ്രകൃതിയിൽ നടക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും സൂര്യദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ബുദ്ധി വികാസമുണ്ടാകും, തടസ്സങ്ങൾ മാറും, പ്രശ്നങ്ങൾ മാറും, പ്രതിസന്ധികളൊക്കെ മാറും. രാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ കയറിയിരുന്ന് 108 തവണ ഗായത്രി മന്ത്രം ജപിക്കണം. എല്ലാ ദിവസവും ജപിക്കുവാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. എങ്കിലും അങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാകും, നല്ല ആരോഗ്യമുണ്ടാകും, പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നീങ്ങിപ്പോകും, സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ ഉദിച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രം ബുധനാഴ്ച പുലർച്ചെ 3:51 ആരംഭിക്കുന്നത്. അവിട്ട നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച വെളുപ്പിനെ 2:31 അവിട്ട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ മകരക്കുറിലും പിന്നീടുള്ള 2 പാദങ്ങൾ കുംഭക്കുറിലുമാണ്. അപ്പോൾ അതിൻ്റെ സമയം കൂടി പറഞ്ഞുതരാം.
ബുധനാഴ്ച പുലർച്ചെ 3:51 മുതൽ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 3:51 വരെയുള്ള സമയം മകരക്കുറിൽപ്പെട്ട ഔട്ടം 2 പാദ നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 3:51 മുതൽ വ്യാഴാഴ്ച പുലർച്ചെ 2:31 AM എന്നുള്ള സമയം വരെ കുംഭക്കുറിൽപ്പെട്ട ഔട്ടം 2 പാദ നക്ഷത്ര സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ഔട്ട നക്ഷത്രപ്രകാരമാണല്ലോ ഈ ബുധനാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുക. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ഔട്ട നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ബുധനാഴ്ച ദിവസം വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് ചിന്തിക്കാം. ഔട്ട നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകയിരം, രോഹിണി. ഇത്രയും നാളുകാർ ജീവിതത്തിൽ ബുധനാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകയിരം, രോഹിണി ഈ 7 നാളുകാരുടെ ജീവിതത്തിൽ ഔട്ട നക്ഷത്രപ്രകാരം ബുധനാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഉത്രാടം, മൂലം, അനിഴം, പുണർതം, പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ഔട്ട നക്ഷത്രപ്രകാരം ബുധനാഴ്ച ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസം രാവിലെ 6:26 മുതൽ 10:56 വരെയുള്ള സമയമാണ് ശുഭസമയമായിട്ട് പറയുന്നത്. അതായത് ബുധനാഴ്ച ദിവസം രാവിലെ 6:26 മുതൽ 10:56 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:56 മുതൽ 4:56 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയങ്ങൾ നോക്കി ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 26 ഒറ്റ സംഖ്യയാക്കുമ്പോൾ 8 വരും. ഏതൊരു മാസം 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി സംഖ്യാജ്യോതിഷം പറയുന്ന പരിഹാരം നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതോടൊപ്പം തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ FP എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഉത്കൃഷ്ടമായ നല്ല അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണമേ, ലൈക്ക് ചെയ്യണമേ, ഷെയർ ചെയ്യണമേ, കമൻറ്റ് ചെയ്യണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സമയം കളയാതെ ധനം വന്നിരുന്ന ബുധനാഴ്ച ദിവസം ധനം വന്നിരുന്ന നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. ധനമില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ധനമില്ലാതെ കയ്യിൽ ധനമില്ലാതെ വന്നാൽ നമ്മൾ കടം മേടിക്കേണ്ടി വരും. കടം മേടിച്ചുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ മരണതുല്യമാണ്. പലരും 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ 5 രൂപ പലിശ 10 രൂപ പലിശയ്ക്കൊക്കെ പണം മേടിച്ച് വളരെയേറെ ഭാരപ്പെടുന്നുണ്ട്. അന്നേരത്തെ ആ സാഹചര്യം കൊണ്ട് അങ്ങ് വാങ്ങിച്ചു പോകുന്നു. പിന്നീട് ഇത് കൊടുക്കാൻ പറ്റത്തുമില്ല. ഈ കൊടുത്തുവാങ്ങൽ പണം മേടിക്കുന്ന ആളുടെ നക്ഷത്രവും കൊടുക്കുന്ന ആളുടെ നക്ഷത്രവും തമ്മിൽ പൊരുത്തമില്ലാത്ത നക്ഷത്രമാണെങ്കിൽ കഷ്ടകാല സമയത്താണ് ആ വ്യക്തി ഈ ജാതകന് പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ മേടിക്കുന്നതൊക്കെ. അത് പിന്നെ വലിയ പ്രശ്നത്തിൽ അവസാനിക്കും. കൃത്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വേണം ഈ പണമിടപാട് നടത്താൻ വേണ്ടി. വലിയൊരു കാര്യമാണ്. ആൾക്കാർ ഇപ്പം ജ്യോതിഷത്തെക്കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ ജ്യോതിഷത്തെക്കുറിച്ച് പറയുന്നത്, പണിക്ക് പോകാതെ, പണിയെടുക്കാൻ കഴിയാതെ, ജോലി ചെയ്യാൻ കഴിയാതെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഞാൻ അതൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ സമൂഹമല്ലേ, പലരും പല അഭിപ്രായക്കാരല്ലേ. ചുമ്മാ അതങ്ങ് പറയുന്ന ഒരു പ്രായത്തിൻ്റെ ഇതുകൊണ്ട് അങ്ങ് പറയുന്നതാണ്. അതായത് ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ളവരാണ് കൂടുതലും പറയുന്നത്. ഈ ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്, പ്രപഞ്ച സത്യമാണ്. മനുഷ്യരുടെ ജീവിതം നല്ല നിലയിൽ പോകുവാൻ വേണ്ടി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അറിവാണ് ജ്യോതിഷം. അത് അറിവെന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി അറിവുകൾ എത്തിക്കാൻ പറ്റും. സ്കൂളിൽ അധ്യാപകർക്ക് പഠിപ്പിക്കാൻ പറ്റും. സുഹൃത്തുക്കൾ വഴി ആശയങ്ങൾ കൈമാറി അറിവിനെ കൊടുക്കാൻ പറ്റും. ജ്യോതിഷത്തിൽ കൂടി പറയാൻ പറ്റും. നമ്മുടെ നാട്ടിലെ ഈ ക്ഷേത്രങ്ങളെല്ലാം ജ്യോതിഷപരമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോയി അവിടെ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന
ഭക്തൻ ആ ക്ഷേത്രത്തിൽ നിന്ന് വെളിയിലിറങ്ങി ഒരു അസ്ട്രോളജറെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലുണ്ടാകുന്നത് അയാൾ പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. ഒരു മേഖലയിൽ പലരും പല വിധത്തിലുള്ളവരുണ്ടല്ലോ, അത് സമൂഹം അങ്ങനെയാണ്. പക്ഷെങ്കിൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, പ്രപഞ്ച സത്യമാണ്, മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള ഒരു അറിവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതും തിന്മയായിട്ടുള്ളതും നന്മയായിട്ടുള്ളതും ഒക്കെ അനുഭവങ്ങൾ വന്നു ചേരും. അത് എപ്പോൾ വരും എപ്പോൾ പോകുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ടായാൽ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയതായിട്ടുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ശാസ്ത്രമാണ്. അങ്ങനെ ജ്യോതിഷത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പലരും ഇതിനെ പുച്ഛിക്കുകയാണ് ഇപ്പോഴും. അവർ ഇനി പുച്ഛിക്കുന്നത് ജ്യോതിഷത്തെയാണോ ജ്യോതിഷം പറയുന്ന ആളിനെയാണോ എന്നുള്ളത് ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. തിരുവോണം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. തിരുവോണം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം എന്നീ നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ലോട്ടറി ഭാഗ്യം പറയാം. ലോട്ടറി ഭാഗ്യം ഈ ബുധനാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്തരം കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്കും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന നാളുകാരെക്കുറിച്ചാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പറഞ്ഞത്. ഈ അധ്യായത്തിൻ്റെ ദൈർഘ്യം അല്പം കൂടിപ്പോയി, പ്രിയപ്പെട്ടവർ ക്ഷമിക്കുക. മഹാദേവൻ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മെൻറ്റോ.